ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 3. മൂന്നാം ദിവസത്തെ പാരായണം തുടങ്ങുമ്പോൾ ശ്രീരാമദേവൻ ഗൗതമാശ്രമത്തിലാണ് എത്തി നിൽക്കുന്നത്. ആ ആശ്രമത്തിന്റെ ഭംഗി ശ്രീരാമദേവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ ആശ്രമം ഇത്ര ഭംഗിയായി ഇരിക്കാൻ കാരണമെന്തെന്ന് ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി വിശ്വാമിത്രൻ ഗൗതമന്റെ കഥ പറയുന്നു. പണ്ട് ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്ന അഹല്യയെ ബ്രഹ്മാവ് ഗൗതമന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. രണ്ടുപേരും സുഖമായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു പോന്നു. അഹല്യ അതീവ സുന്ദരിയായിരുന്നു. അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ഇന്ദ്രദേവൻ ഒരു ദിവസം ഗൗതമമുനി സന്ധ്യാവന്ദനത്തിന് പോയ നേരം നോക്കി ഗൗതമമുനിയുടെ വേഷം ധരിച്ച് അഹല്യയെ പ്രാപിക്കുന്നു. തിരിച്ചെത്തുന്ന ഗൗതമൻ കാണുന്നത് തന്റെ അതേ രൂപത്തിലുള്ള ഒരാളോടൊപ്പം തന്റെ പത്നി അഹല്യ നിൽക്കുന്നതാണ്. ഇത് കണ്ട് കോപാകുലനായ ഗൗതമമുനി ചോദിച്ചു, ആരാണ് നീ? എന്റെ രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ആരാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കുന്നതാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രനാണ്. എന്റെ മൂഢത്വം കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് ഗൗതമന്റെ കാൽ പിടിച്ചു പറഞ്ഞു. കോപം കൊണ്ട് ജ്വലിച്ചു നിന്ന ഗൗതമൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഇന്ദ്രനെ ശപിക്കുകയും ചെയ്തു. 1000 ജനനേന്ദ്രിയങ്ങളുള്ളവനായി തീരട്ടെ എന്നായിരുന്നു ഇന്ദ്രനെ ശപിച്ചത്. പേടിച്ചു വിറച്ചു നിന്ന അഹല്യയെയും മുനി ശപിച്ചു, നീ കല്ലായി തീരട്ടെ. മഴയും മഞ്ഞും കാറ്റും എല്ലാം കൊണ്ട് ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കല്ലായി നിൽക്കുക. ത്രേതായുഗത്തിൽ വൈകുണ്ഠനാഥൻ ശ്രീരാമനായി അവതരിച്ച് അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ മാത്രമേ നിനക്ക് ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതമമുനി അവിടെ നിന്ന് യാത്രയായി. ആ ഗൗതമമുനിയുടെ ആശ്രമമാണിത്. നിന്റെ കാൽസ്പർശത്തിനായി കാത്തിരിക്കുകയാണ് അഹല്യ ഇവിടെ. അവൾക്ക് ശാപമോക്ഷത്തിനുള്ള സമയമായി ശ്രീരാമ. മുനിവാക്യം കേട്ട ശ്രീരാമൻ കല്ലായി തീർന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. ശ്രീരാമദേവനെ നേരിൽ കണ്ട അഹല്യ താണുവണങ്ങി അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. വളരെ ശ്രേഷ്ഠമാണ് ഈ അഹല്യാസ്തുതി. ജപിക്കുന്ന ഏവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ് ഫലം. പുത്രലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നു എങ്കിൽ പുത്രഭാഗ്യം ഉറപ്പാണ്. മോക്ഷത്തിന് വേണ്ടിയെങ്കിൽ മോക്ഷം ലഭിക്കും. അഹല്യാമോക്ഷം കഴിഞ്ഞ് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി വിശ്വാമിത്രൻ മിഥിലാപുരി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഗംഗ കടന്ന് അവർ മിഥിലയിലെത്തി. മിഥിലാപുരിയിൽ 2 കുമാരന്മാരോടൊപ്പം വിശ്വാമിത്രൻ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ മിഥിലാധിപതിയായ ജനകൻ ആദരപൂർവ്വം അവരെ സ്വീകരിച്ചാനയിച്ചു. കുമാരന്മാരെ കണ്ട ജനകൻ ചോദിച്ചു, ആരാണീ കുമാരന്മാർ? വിശ്വാമിത്രൻ പറഞ്ഞു, വീരനാം ദശരഥന്റെ പുത്രന്മാരാണിവർ. മൂത്ത പുത്രനായ ശ്രീരാമനും 3ാമത്തെ പുത്രനായ ലക്ഷ്മണനും. എന്റെ യാഗരക്ഷയ്ക്കായി ഞാൻ കൂട്ടിക്കൊണ്ടുപോയതാണിവരെ. വഴിയിൽ നടന്നതെല്ലാം ജനകനോട് വിസ്തരിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. കുമാരന്മാർക്ക് ത്രയംബകം ഒന്ന് കാണണം. അതിനുള്ള സംവിധാനം ചെയ്താലും. സന്തോഷപൂർവ്വം ജനകൻ എത്രയും പെട്ടെന്ന് ത്രയംബകം ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു. 5000 കിങ്കരന്മാരാലാണ് ത്രയംബകം അവിടേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ത്രയംബകം കണ്ട ശ്രീരാമ ലക്ഷ്മണന്മാർ ആ ശൈവചാപം തൊഴുത്തു വണങ്ങി. ശ്രീരാമൻ വിശ്വാമിത്രനോടായി ചോദിച്ചു, ഈ വെല്ലെടുത്ത് കുലയ്ക്കാമോ എനിക്ക്? മറുപടിയായി വിശ്വാമിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തോളൂ. അതുകൊണ്ട് മംഗളം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത് കേട്ട ശ്രീരാമൻ ശൈവചാപം ബലം വെച്ച് തൊഴുത്ത് കയ്യിലെടുത്ത് അതിന്റെ ഞാൻ കെട്ടി. ഉടൻ തന്നെ ഇടിവെട്ടുന്ന വിധത്തിലാണ് അത് രണ്ടായി മുറിഞ്ഞു വീണത്. പെട്ടെന്ന് വില്ലു മുറിഞ്ഞ ഒച്ച കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. സീതാദേവി ആകട്ടെ മയിൽപ്പേട പോലെ, അതായത് മഴക്കാറ് കാണുമ്പോൾ മയിൽപ്പേട എങ്ങനെയാണോ സന്തോഷം കൊണ്ട് പീലി വിരിച്ചാടുന്നത് അതുപോലെ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ഈ ഭാഗം വളരെ മനോഹരമായാണ് രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. 3ാം ദിവസത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു. ഹരേ രാമ ഹരേ രാമ.